ഹായ് എവ്രി വൺ, വെൽക്കം ടു നട്ടപ്പാതിര വീഡിയോ. ഓക്കെ, ജിമ്മിൽ പോയിട്ട് വയറൊന്നും അരക്കാൻ പറ്റുന്നില്ല, കൈയൊന്നും. കുറേ കാലത്തിന് ശേഷം കയറിയതാണ്, ഒരാഴ്ചയായി, ബട്ട് സ്റ്റിൽ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, വേടൻ സർക്കാർ പരിപാടിയിലേക്ക് വീണ്ടും, സ്റ്റേജിലേക്ക് വീണ്ടും. ഓക്കെ, സോ ആസ് ഐ എക്സ്പെക്റ്റഡ് വേടൻ കയറുന്നു. വേടൻ ഒരു സാധനം പറയുമല്ലോടെ. ഓക്കെ, ആ സാധനം ഞാൻ ആ ഒരു സാധനമുണ്ട്, അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ദുശ്ശീലങ്ങളിൽ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക, എനിക്ക് പറഞ്ഞു തരാൻ ആളുണ്ടായിരുന്നില്ല. ഓക്കെ, കുട്ടികളോടാണ്, യങ്ങർ ക്രൗഡിനോടാണ്. ചെയ്ത കാര്യങ്ങളൊന്നും അത്ര വെടിപ്പായിട്ടുള്ള കാര്യങ്ങളല്ല. സോ അതിലൊന്നും ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക. ആദ്യം ഞാൻ പറഞ്ഞത് തന്നെ വയ്ക്കാം. നിങ്ങളെന്നെ കാണുന്നതും നിങ്ങളെന്നെ കേൾക്കുന്നതും ഞാൻ നിങ്ങളുടെ സഹോദരൻ എന്ന നിലയ്ക്ക് എനിക്ക് വലിയ കാര്യമാണ്. ഞാൻ ഒരുപാട് ഇടങ്ങളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നില്ലേ മക്കളെ? നിങ്ങൾ ഉണ്ട് 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 എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പലയിടങ്ങളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അനിയന്മാരും എന്നെ കേൾക്കുന്ന കൊച്ചനിയന്മാരും അനിയത്തിമാരും വേടന്റെ കുറെ ദുശീലങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക. എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നു വന്നത്. ഞാൻ തിരുത്താനും എന്നെ തിരുത്തപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത്. വേടൻ എന്നൊരു വ്യക്തി പൊതു സ്വത്താണ്. നിങ്ങളുടെ ചേട്ടനും അനിയനും ഒക്കെയാണ് ഞാൻ. നിങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ എന്നെ കണ്ട് ചില കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക. എന്നെ സ്നേഹിക്കുന്ന, എന്നെ കാണാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയം ചിലവാക്കിയോടെ വന്നിരിക്കുന്ന എൻ്റെ കൊച്ചനിയന്മാർക്കും അനിയത്തിമാർക്കും എൻ്റെ ചേട്ടന്മാർക്കും അമ്മമാർക്കും എല്ലാവർക്കും ഓക്കെ. അപ്പൊ ഇതാണ് വേടൻ പറഞ്ഞ വാക്കുകൾ. ഓക്കെ, ചെയ്ത തെറ്റേറ്റ് പറഞ്ഞ് ഞാൻ മാറും എന്നുള്ളൊരു ഉറപ്പ് ജനങ്ങളിലേക്ക് കൊടുത്ത്, എൻ്റെ ദുശ്ശീലങ്ങളിൽ നിങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആവരുത് എന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്. ഓക്കെ, പക്ഷെ പിണറായി സർക്കാരിന് വേടൻ എന്നുള്ളതൊരു പ്രൊജക്റ്റായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുള്ളത്. പ്രൊജക്റ്റ് വേടൻ, അതെന്തുകൊണ്ട് എന്നുള്ളതൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളോട് പറയാം. അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ കണ്ടൊരു പോസ്റ്റാണ്. വേടനും വേടൻ്റെ കാമുകിയും, വേടൻ ലാസ്റ്റ് പാടിയ പാട്ട് കാമുകിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് കണ്ടു. അതിൽ വേടൻ ഒപ്പം ഒരു ലേഡി ഉണ്ട്. ഓക്കെ, അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഇവരെവിടെയും ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തതായിട്ട് എനിക്കറിയില്ല. ഓക്കെ, ഇവരുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണോ, ഇത് തന്നെയാണോ വേടൻ്റെ ഗേൾ ഫ്രണ്ട് എന്നുള്ളതൊന്നും അറിയില്ല. കാരണം അത് എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. വേടൻ ലാസ്റ്റ് ഇപ്പോൾ ഈ ഇഷ്യൂ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് റിലീസായിട്ടുണ്ടായിരുന്ന മോണോലോഗ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാട്ട്, ആ പാട്ടിൻ്റെ ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഗേൾ ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ള പാട്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറേ വരികളും കുറേ കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഒരുത്തി എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. ഓക്കെ, അതിൽ ചില വരികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര യൂഷ്വൽ കൺവെൻഷണൽ സാധനമല്ല, ഒരു ലവ് ട്രാക്കിൻ്റെ സാധനമല്ല. ബട്ട് സ്റ്റിൽ ഭയങ്കര ആ ഒരു സാധനം ഉണ്ട്. വേടൻ്റെ സ്ഥിരം സാധനങ്ങൾ അതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ മോണോലോഗ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് വന്നു. ആൻഡ് ആ ടൈമിലാണ് ഇവരുടെ ഈ പറഞ്ഞ ഫോട്ടോസും ഇവരുടെ ഈ റിലേഷൻഷിപ്പ്, ഈ രണ്ട് വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് ഈ ലേഡിയുടെ കൂടെയുള്ള ഫോട്ടോ കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്കിലുള്ള ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിന് അടിയിലെ കമൻറ്റ് ബോക്സിൽ ലിറ്ററലി എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. ഇത് എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. കുറച്ച് കമൻറ്റ്സ് ഞാനവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കാര്യത്തോടടുക്കുമ്പോൾ എല്ലാവർക്കും വെളുത്തത് മതി, എന്താല്ലേ വിവേചനം അവസാനിക്കുന്നില്ല, കറുത്തവന് വേണ്ടി പാടുന്നു, വെളുത്തവളെ കണ്ടപ്പോൾ മയങ്ങി വീണുപോയി, ഇത് തന്നെ എല്ലാവരും. ഓക്കെ, വെളുപ്പിനോട് സവർണരോടും വിവേചനമുള്ള വേടൻ എന്തേ കറുത്ത അവർണയെ തിരഞ്ഞെടുത്തില്ല?
റാമ്പിൽ മാത്രം മതിയോ സവർണതയോടുള്ള വിദ്വേഷം. ഓക്കെ, പറച്ചിൽ വർഗ വിവേചനം പറയും, കെട്ടാൻ പോകുമ്പോൾ വെളുമ്പിയെ വേണം. വെളുത്ത പെണ്ണിനെ സെലക്ട് ചെയ്ത വേടൻ്റെ മനസ്സാരും കാണാതെ പോകരുത്. പ്രേമിക്കുവാൻ മേൽജാതിയിൽപ്പെട്ട വെളുത്ത പെണ്ണ് മതി, താഴ്ന്ന ജാതിയിൽപ്പെട്ട കറുത്ത പെണ്ണ് വേണ്ട. ഇയാൾ അതിൻ്റെ ഇടയിൽ ആ പെൺകുട്ടീനെ ജാതിയും കണ്ടുപിടിക്കാൻ പോയടേ. വെളുത്ത പെണ്ണ് തന്നെ വേണം. പെൺകുട്ടി വെളുത്തതാണോ സവർണയോ ആണെന്ന് നോക്കണം. കുറേ എണ്ണം കറുപ്പിൻ്റെ പേരിലും ജാതിയുടെ പേരിലും ഇവനെ പൊക്കി മാനത്ത് വെച്ചിരിക്കുകയാണ്. അവരുടെ കഞ്ഞികുടി മുട്ടിപ്പോകും. അങ്ങനെ കുറേ കമൻറ്റുകൾ. അതായത് വേടൻ്റെ ഈ ഗേൾ ഫ്രണ്ട്, ഓക്കെ, സോഷ്യൽ മീഡിയ പറയുന്ന ഗേൾ ഫ്രണ്ട്, അവരെവിടെ ഇത് ഡിക്ലെയർ ചെയ്തിട്ടില്ല. വേടൻ എഴുതി എന്ന് പറയുന്ന ലാസ്റ്റത്തെ പാട്ടിനകത്തും ഒരു വരിയുണ്ട്, എണ്ണ കറുപ്പിയേ, ആ ഒരു സാധനമുണ്ട്. അപ്പോൾ എനിക്കറിയില്ല ഇത് എന്താണ് നാട്ടുകാരുടെ പ്രശ്നം എന്നുള്ളത്. ഓക്കെ, വേടൻ്റെ നിങ്ങൾ ഒരു എന്താ പറയുക അപ്പിയറൻസ് എടുത്ത് നോക്കുമ്പോൾ തന്നെ വേടൻ എപ്പോഴും കറുപ്പ് യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. വേടൻ്റെ മെജോറിറ്റി എല്ലാ ആസ്പെക്റ്റിലും എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്ത് നോക്കിയാലും അതിനകത്ത് ബ്ലാക്ക് എന്നുള്ളതിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് വേടൻ കൊടുക്കാറുണ്ട്. വേടൻ്റെ പോഡ്കാസ്റ്റ് തന്നെ കറുപ്പ് റെക്കോർഡ്സ് എന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് വേടൻ്റെ നെഞ്ചത്തോ എവിടെയോ വേടൻ പച്ച കുത്തിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ആ ഒരു കറുപ്പ് പോഡ്കാസ്റ്റിൻ്റെ ഒരു മൊത്തം ആംബിയൻസ് തന്നെ അവരൊരു ഫുൾ ബ്ലാക്ക് തീമിലാണ് അവർ വെച്ചിട്ടുള്ളത്. സോ മേ ബി ഈ കറുപ്പിനെക്കുറിച്ചും കറുപ്പിൻ്റെ രാഷ്ട്രീയത്തിനെക്കുറിച്ചും സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ലടാ നീ. ഇത് എന്താ പറയുക, വേടനെ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഒന്നിട്ട് കൊട്ടാം എന്നുള്ള നിലയ്ക്കുള്ള കുറേ ടീംസാണ് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, എനിക്ക് തോന്നുന്നില്ല ആ വ്യക്തി ഇപ്പോൾ ഓക്കെ ഇവർ റിലേഷനിലാണെങ്കിൽ ഓക്കെ ഈ ലേഡി ആണ് ഈ പറഞ്ഞ വേടൻ്റെ ഗേൾ ഫ്രണ്ട് എന്നുണ്ടെങ്കിൽ ആ വേടൻ എന്ന് പറഞ്ഞ വ്യക്തി ആ ലേഡിയുടെ തൊലി വെളുപ്പിന് നോക്കിയിട്ടോ അല്ലെങ്കിൽ ആ വെളുപ്പിന് വേണ്ടിയിട്ടോ ഒന്നും ആയിരിക്കില്ല അവർ റിലേഷനിലാവുക. ഓക്കെ, അവിടെ ആ ഒരു തൊലിയുടെ നിറത്തിനൊന്നും വലിയ സ്ഥാനമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ പ്രേമിക്കുന്ന സമയത്ത് നമുക്കൊരാളോട് ഇഷ്ടം തോന്നുന്ന സമയത്ത് അത് ഡിഫറെൻറ്റ് ലെയേഴ്സ് ആൻഡ് ആസ്പെക്ട്സ് ആണ് അതിനകത്ത്. അത് അവരാക്കി എങ്ങനെയെന്നുള്ളതൊന്നും നമുക്ക് ചൂഴ്ന്നു നോക്കാനൊന്നും പറ്റില്ല. ഓക്കെ, ഡെഫിനറ്റ്ലി ചിലപ്പോൾ വെളുത്ത പെൺകുട്ടികളെ ഇഷ്ടപ്പെടുന്ന കറുത്ത പെൺകുട്ടികളെ ഇഷ്ടപ്പെടുന്ന നിറം നോക്കി ഇഷ്ടപ്പെടുന്ന ആളുകൾ കാണുമായിരിക്കും. പക്ഷെ മെജോറിറ്റി ആളുകളും നിറവും അങ്ങനെയൊന്നും ആവില്ല. അവർക്കൊരു ബോണ്ടാണത്. ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ച ഒരാളാണ്. ഒരു തരം ഒരു സിറ്റുവേഷനാണത്. അത് നമുക്കങ്ങനെ വേറെ ഒരാളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എന്തുകൊണ്ട് ഞാൻ സ്നേഹം ഇഷ്ടപ്പെട്ടു, എനിക്ക് വേറെ ഒരാളോട് പോയിട്ട് അത് ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റുന്നില്ല. ഓക്കെ, പുറത്തുനിന്ന് കാണുക ആളുകൾക്ക് അതിന് പല ലേയേഴ്സും എടുക്കാം, മനസ്സിലായോ? അതുപോലെ തന്നെ ഇപ്പം എനിക്കിതും തോന്നുന്നുള്ളൂ. വേടൻ്റെ ലവർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആ പാട്ട് ഇറങ്ങിയതിന് ശേഷം പുറത്ത് വന്ന ഈ ഒരു ലേഡി, ആൻഡ് ബൈ ദ വേ ഈ ലേഡിയുടെ പേര് നവമി ലത എന്നാണ് ഈ ലേഡിയുടെ പേര്. അവരൊരു റൈറ്ററാണ്. ഓക്കെ, അപ്പോൾ അവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിനകത്ത് അതിലേറെ കോമഡി കേട്ടോ. അവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിനകത്തുള്ള ഇവരുടെ വേടനുമായിട്ടുള്ള കുറേ ഫോട്ടോസുണ്ട്. അതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സ് അവർ ഓഫാക്കി വെച്ചിട്ടുണ്ട്. അല്ലാത്ത ഇപ്പോൾ ഈ മോണോലോഗ് എന്ന് പറഞ്ഞ പാട്ട് ഇറങ്ങിയതിന് ശേഷം ഇതാണ് വേടൻ്റെ ലവർ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ഈ വീഡിയോനകത്തൊക്കെ ഇവരാണല്ലോ ഉള്ളത്. ഈ നവമി ലത എന്ന് പറഞ്ഞ ലേഡിയാണുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവരുടെ കമൻറ്റ് ബോക്സിലേക്ക് കുറേ ആൾക്കാർ ഇടിച്ചു കയറി ചെന്നിട്ടുണ്ട്. അവിടെയും ഇത് പറയുന്നുണ്ട്. ഏത് ഈ കറുപ്പിൻ്റെ കാര്യം വെളുപ്പിൻ്റെ കാര്യം അവിടെയും കുറേ എണ്ണം പോയി ഛർദ്ദിച്ച് വെക്കുന്നുണ്ട്. അല്ലാതെ കുറേ കെയറോളികളെയും ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അവനെ തേക്കരുത്, നീ മനസ്സിലായോ, നിനക്ക് കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കണം, തേക്കരുത്. വേടൻ്റെ പ്രണയിനി വെളുത്തതാണല്ലോ, ഇതും കഞ്ചാവ് തന്നെ. കറുപ്പിയാണെന്ന് പറഞ്ഞിട്ട് ഇത് വെളുത്തിട്ടാണല്ലോ. വരികളിൽ മാത്രം കറുപ്പും വെളുപ്പും, സവർണനും അവർണനും ഉള്ളൂ, ബാക്കി ഒക്കെ വേറെ ലെവൽ. ജാതിയും വർഗീയതയും ചിലരെ മാത്രം പ്രീണിപ്പിച്ചാലും മാത്രമേ കാശുണ്ടാക്കാൻ പറ്റൂ. ഹൗ ഡസ് ഇറ്റ് ഫീൽ ടു ഡേറ്റ് എ ഗായ് ഹു ഹാസ്, അത് വേറൊരു കോമെൻ്റാണ്. ആ കോമെൻറ്റിലുള്ള കാര്യങ്ങൾക്ക് ഞാൻ നാളൊരു വീഡിയോ അതിന് വേണ്ടിയിട്ട് തന്നെ ഇടാം. കാരണം അതൊരു കുറച്ച് റെലവൻ്റ് ആയിട്ട് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ദിനുവയിലിട്ടൊരു പോസ്റ്റുമായിട്ടൊക്കെ കമ്പയർ ചെയ്തിട്ട് വേടൻ്റെ കാര്യത്തിൽ അതിൽ സംസാരിച്ചേ പറ്റുമോ. നാളൊരു കോണ്ടൻ്റ് ആയിട്ട് ചെയ്യാം. ഞങ്ങളുടെ കുട്ടിയെ തേക്കരുത് കേട്ടോ, ഞങ്ങളുടെ വേടന് തേക്കരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ.
അങ്ങനെ കുറേ കെയറോളികൾ ആ ലേഡിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് ഓടിപ്പോയിട്ട് അവിടെ കുറേ ഇട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. വേടനോ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, അയാൾ പറയുന്നതും അയാൾ പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള മേഖലയിൽ അയാൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു രാഷ്ട്രീയം, മുന്നോട്ട് വെക്കുന്ന ഒരു പൊളിറ്റിക്സിൽ കറുപ്പിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് വിചാരിച്ചിട്ട് അയാൾ ഞാൻ ഇനി കറുപ്പല്ലാതെ വേറെ ഒന്നും എൻ്റെ ലൈഫിലില്ലാന്ന് തീരുമാനിച്ച് ഒരു ഗേൾ ഫ്രണ്ടും കണ്ടുപിടിക്കുമ്പോൾ അത് കറുത്തിട്ട് ഇനി ഞാൻ പാല് കുടിക്കുന്നത് നിർത്തി, കാരണം പാല് വെളുത്തതാണ്. അങ്ങനത്തെയൊക്കെ പരിപാടിയിൽ ആരെങ്കിലും ചെല്ലുകൂടെ? എനിക്കറിയാൻ പാടില്ല. അങ്ങനെയൊക്കെ ആവുമോ ആരെങ്കിലും? ഓക്കെ, അയാളൊരു കറുത്ത ഡ്രസ്സ് അയാൾ ഓപ്റ്റ് ചെയ്തു, അത് അയാൾ എന്തെങ്കിലും ഒരു പ്രതിഷേധം കാണിക്കാനായിരിക്കാം. ചിലപ്പോൾ അയാൾ ബ്ലാക്കിനോട് ഒബ്സെസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ പല പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും അയാൾ ആ കറുപ്പ് കൊണ്ടു കിടക്കുന്നത്. സ്നേഹം തോന്നി അത് ആ പെണ്ണ് കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ, അത് ഞാൻ എൻ്റെ രാഷ്ട്രീയം ഇങ്ങനെയാണ്, ഞാനത് ഒന്നുകൂടി കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കറുത്ത പെൺകുട്ടിയെ പ്രേമിച്ചിട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് വേണം നടക്കണോ? എനിക്കത് ഒട്ടും കണക്റ്റ് ആവുന്നില്ല ഈ നാട്ടുകാരുടെ കമൻറ്റ് ബോക്സിലുള്ള വർത്താനം. ഓക്കെ, എന്താണെങ്കിലും അതങ്ങനെ ഒരു സൈഡിൽ ഭയങ്കരമായിട്ട് ചർച്ചയായിട്ട് ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അനുമോള് പറഞ്ഞൊരു കാര്യം, അനുമോള് പറഞ്ഞ കാര്യത്തിൽ നിന്ന് നമുക്ക് ഈ പിണറായി സർക്കാരിൻ്റെ, കമ്മ്യൂണിസ്റ്റുകാരുടെ, CPIMൻ്റെ വേടൻ ദ പൊളിറ്റിക്കൽ പ്രൊജക്റ്റിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഞാൻ അങ്ങനെയേ പറയൂ. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമുക്ക് അനുമോള് പറഞ്ഞ കുറച്ച് കാര്യം, അനുമോളിനെ കുറച്ച് ആൾക്കാർ പിടിച്ച് ലെയർ കയറ്റിയിട്ടുണ്ട്. ചേച്ചി മറ്റേ വേടൻ്റെ ന്യൂസ് എന്തെങ്കിലും കേട്ടിരുന്നു? വേടൻ്റെ ന്യൂസ് കേട്ടിരുന്നു? അപ്പോൾ ആളെ സപ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യില്ല? നിങ്ങൾ ആരുടെ കൂടെയാ? ഞങ്ങൾ വേടൻ. ഞാനും വേടൻ. അത്രേ ഉള്ളൂ. അല്ല, ആള് ലഹരിയൊക്കെ ഉപയോഗിക്കണേന് അപ്പോൾ അത് അവരുടെ ഇഷ്ടമല്ലേ ലഹരി ഉപയോഗിക്കണോ വേണ്ടെന്നുള്ളത് അല്ലേ? നമ്മളെന്തിനാ നോക്കണേ? അല്ല, അത് നെഗറ്റീവ് അല്ലേ ലഹരി ഉപയോഗിക്കുന്നതോ? അവരുടെ ഇഷ്ടമല്ലേ അതൊക്കെ, അത് അവരുടെ കൂടെയും ചെയ്തോട്ടെ. ഒരുപാട് പേര് സമൂഹത്തിൽ മാതൃകയാക്കുന്ന ഒരാളല്ലേ വേണ്ടത്. ഒരുപാട് പിള്ളേരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, പിള്ളേര് ഫോളോ ചെയ്യുന്നുണ്ട് ആളെ. പിള്ളേർക്ക് ഇപ്പം നമ്മളൊരാൾ നിർബന്ധിച്ചൊന്നും കഴിപ്പിക്കത്തില്ലല്ലോ. പിള്ളേർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പിള്ളേർ കഴിക്കും, പുള്ളിക്കാരന് ആഗ്രഹമുണ്ടെങ്കിൽ പുള്ളി കഴിക്കും. അത്ര തന്നെ. നമുക്ക് നന്നാവണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നാവാം അല്ലേ? അത്രേ ഉള്ളൂ. വേടൻ തന്നെ പറയുന്നുണ്ട് ഇനി ഒരു നല്ല മനുഷ്യനാവാൻ ശ്രമിക്കാമെന്ന്. പുള്ളി അല്ലെങ്കിൽ നല്ല മനുഷ്യനായിരിക്കും, എനിക്കറിയില്ല. എനിക്ക് പുള്ളി ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. അനുമോള് ചോദിച്ച ചോദ്യത്തിന് ഒരുമാതിരി അഴഞ്ഞു കുഴഞ്ഞൊരു സാധനമാണ് പറഞ്ഞത്. ഓക്കെ, ഇതിലെന്താണെങ്കിലും അനുമോള് എയറിലാണ്. അനുമോള് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം ഒരാളുടെ ഇഷ്ടമാണ് അയാൾ എന്ത് ഉപയോഗിക്കണം വേണ്ട എന്നുള്ളത്. ദാറ്റ്സ് അപ് ടു ദം. അതൊക്കെ, അത് ഞാൻ സമ്മതിച്ചു. ഒരാളുടെ ഇഷ്ടമാണ്. നമ്മൾ പറഞ്ഞാലൊന്നും ഒരു ഉപയോഗിക്കാതിരിക്കുകയൊന്നും ഇല്ല. അവരവരുടെ പേഴ്സണൽ താല്പര്യമാണ്. രാജ്യത്ത് നിരോധിച്ചൊരു സാധനം, ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു സാധനം, ഇപ്പം കള്ളോ സിഗരറ്റോ ആണെന്നുണ്ടെങ്കിൽ സർക്കാരിനെ വിൽക്കുന്ന പരിപാടിയാന്ന് പറയാം. ഇത് രാജ്യത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിരോധിച്ചൊരു വസ്തു ഉപയോഗിക്കുമ്പോൾ അത് അവരുടെ പേഴ്സണൽ ഇഷ്ടം, അവർ ഉപയോഗിച്ചോട്ടെ, കുട്ടികളല്ലേ അവർ ഉപയോഗിച്ചോട്ടെ എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, പിന്നെ എവിടെയും അനുമോള് പറയുന്നില്ല ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ. അങ്ങനത്തെ ഒരു ആസ്പെക്റ്റ് വെച്ചിട്ട് സംസാരിക്കുന്നില്ല. എന്തോ വേടനെക്കുറിച്ച് ചോദിച്ചു, ഞാനെങ്ങാണ്ട് ഇനി വേടനെക്കുറിച്ച് നെഗറ്റീവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പണി പാളും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞാനും ഇന്നേക്കും അങ്ങനെ തന്നെ. എനിക്ക് വേടനെ ഇഷ്ടമാണ്, ഒറ്റ പോക്ക്. മനസ്സിലായോ? അത് ഞാൻ എയർ പോണ്ട, എന്തെങ്കിലും പറഞ്ഞാൽ എയർ പോവോ എന്നൊക്കെ ചിന്തിച്ചിട്ട് എനിക്ക് വേടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കയറിപ്പോയി. അത് ഓക്കെ, ഫൈൻ. അത് എസ്കേപ്പ് അടിക്കാനുള്ള പരിപാടി കാണിച്ചിട്ട് ഓടിപ്പോയതാണെന്നുള്ളത് കണ്ടപ്പോൾ മനസ്സിലായി. എന്താണെങ്കിലും അനുമോൾ എയറിലാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താ പറയുക, അനുമോൾ എയറിലാണെന്നുണ്ടെങ്കിൽ എം വി ഗോവിന്ദൻ്റെ കാര്യം ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഈ പറഞ്ഞ എം വി ഗോവിന്ദനോട് വേടനെ കുറിച്ച് ചോദിച്ചു. എം വി ഗോവിന്ദൻ കൊടുത്ത റിപ്ലൈയും കൂടി നിങ്ങളൊന്ന് കേൾക്കണം. ഓക്കെ, വേടൻ്റെ കാര്യത്തെ സംബന്ധിച്ച് ഞാൻ കൃത്യമായിട്ട് ഇതിനു മുമ്പ് തന്നെ പറഞ്ഞതാണ്. വേടൻ ഈ കേരളത്തിൽ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാകാരനാണ്. സ്വന്തമായിട്ട് എഴുതുക, സ്വന്തമായിട്ട് പാടുക, സ്വന്തമായിട്ട് കമ്പോസ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ജനങ്ങളുടെ അംഗീകാരം നേടിയിട്ടുള്ള, പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ ഒരു ഇടതുപക്ഷ ആഭിമുഖ്യത്തോടുകൂടി തന്നെയാണ് ദളിത് ജനവിഭാഗത്തിൻ്റെയും അതുപോലെ തന്നെ അരികുവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെയും താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചെറുപ്പക്കാരനെന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അത് ആ വേടൻ്റെ ആ പ്രത്യേകതയെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നാൽ വേടൻ തെറ്റായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വേടൻ തന്നെ സംഭവിച്ചിട്ടുണ്ട്.
അത് ഞാൻ തിരുത്തുകയാണ്. അപ്പോൾ തിരുത്താനുള്ള ഒരു ഇടപെടൽ എന്ന രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഈ ഇടപെടൽ കണ്ടാൽ മതി. അതിനപ്പുറത്ത് ഏതെങ്കിലും രീതിയിലുള്ള വേട്ടയാടാൻ ഒരു സമൂഹം കേരളീയ സമൂഹം ഞാൻ പറഞ്ഞു തീരട്ടെ, അങ്ങനെയുള്ള ഒരു ശ്രമവും കേരളീയ സമൂഹം അംഗീകരിക്കില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതല്ലാതെ രീതിയിലുള്ള മറ്റൊരു വേട്ടയാടലും ഒരു തരത്തിലും കേരളീയ സമൂഹം അംഗീകരിക്കില്ല. അല്ല ചെങ്ങയാരെ ഈ കേരള സമൂഹം അല്ലെങ്കിൽ ഗോവിന്ദനോടാണ് ചോദിക്കാനുള്ളത്. താനും തൻ്റെ പാർട്ടിക്കാരോടോ കേരള സമൂഹം സമ്മതിക്കില്ല കേരള സമൂഹം. ആ ഒന്നിച്ചാണ്ട് എടുത്തിട്ടുണ്ട്, അട്ടിപ്പേറെടുത്ത് അവകാശം എടുത്ത് പോയിക്കുക. എവിടെയെങ്കിലും ഇയാളുടെ സ്വന്തം അഭിപ്രായം പറഞ്ഞു? ഇല്ലല്ലോ. ഞാൻ എന്താ പറയുന്നത്, കേരള സമൂഹം സമ്മതിക്കില്ല, വേട്ടയാടാൻ സമ്മതിക്കില്ല, ഇടതുപക്ഷ സഹയാത്രികനാണ്. ഇവരെ പ്രശ്നം എന്താ അറിയോ, ഈ വേടൻ്റെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഈ പറഞ്ഞ പാർട്ടിക്കാർക്ക് ഒരാൾക്കും വേടനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ഓക്കെ, ദളിതൻ്റെ രാഷ്ട്രീയം സംസാരിക്കുന്നതാണ്, ഇടതുപക്ഷ സഹയാത്രികനാണ്, ഈ സ്കീമൊന്നുമില്ല. വേടനെ പിടിച്ചു 1-2 ദിവസം കൊണ്ട് ആളുകളുടെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് വൈബ് വേടന് ക്രിയേറ്റായി, ഭയങ്കരമായിട്ടുള്ളൊരു ക്രൗഡ് പുള്ളറായിട്ട് വേടൻ മാറുന്നുണ്ട്. ഇവരെ പാർട്ടിയിലുള്ള ആരിഞ്ഞ് പിണറായി വിജയൻ പോയി നിന്നാലടക്കം 10 ആൾ വരില്ല. അതിന് അയൽക്കൂട്ടത്തിൽ നിന്ന് ചേച്ചിമാരെ കാശും ബിരിയാണിയും കൊടുത്ത് കൊണ്ടുപോയിരുത്താൻ, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയി, കാശും ബിരിയാണി കൊടുക്കില്ല, ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയിരുത്തേണ്ട അംഗനവാടി ടീച്ചർമാരെ അയൽക്കൂട്ടുള്ള ചേച്ചിമാരെയൊക്കെ കൊണ്ടുപോയിരുത്തേണ്ട അവസ്ഥയാണ്, ആശാ വർക്കേഴ്സിനൊക്കെ. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യം കേരളത്തിലുള്ളപ്പോൾ ഇവർക്കിപ്പോൾ ഫ്രീ ആയിട്ട് വീണ് കിട്ടിയൊരു മുതലാണ് ആര്, വേടൻ, കമ്മ്യൂണിസ്റ്റുകാർക്ക് ഫ്രീ ആയിട്ട് വീണ് കിട്ടിയൊരു മുതൽ. ഇയാൾ എവിടെയെങ്കിലും അയാൾ പറഞ്ഞാൽ എന്താ, ഗോവിന്ദൻ എന്താ പറഞ്ഞത്, വേടൻ തിരുത്തി, വേടൻ അയാളുടെ ശീലങ്ങൾ മാറ്റും, അയാൾ ഉപയോഗിച്ചത് അയാൾ തെറ്റ് തിരുത്താൻ അയാൾക്ക് മാറും. എന്നാൽ പിന്നെ താൻ എല്ലാവരും കൂടി കൊണ്ടുപോകും, ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് വാസി തെറ്റ് തിരുത്താൻ കേരളത്തിൽ കഞ്ചാവ് പിടിച്ച എല്ലാവരും, ആ പ്രതിഭനമാരെയും കൊണ്ടുപോകും, എല്ലാവരും കൂടി പാർട്ടി കൊണ്ടുപോയിട്ട് ഇതേപോലെ വേദി കൊടുത്തിട്ട് അതിന് ഇരുത്ത് അല്ല ചെയ്യേണ്ടത്. സംഗതി വേടൻ ഒരു കലാകാരനാണ്, അയാൾക്ക് വേദി കിട്ടണം, അയാൾ മുന്നോട്ട് പോകണം. പക്ഷെ അതൊരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റായിട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ എടുക്കുമ്പോൾ ഞാൻ നാളെ പേടിക്കുന്നത് എന്താ അറിയുമോ, ക്യാബിനറ്റിന് പിടിച്ചിരുത്തുമോ വേടനെ? ഈ പൊക്കിക്കൊണ്ടുകൊണ്ട് ഇവർ തന്നെ വേടനെ നാളെ താഴ്ത്തിട്ട് ചവിട്ട്. ഇവർക്ക് 10 വോട്ട് കിട്ടാനും ഇവർ ഈ പറയുന്ന മോദി വിരുദ്ധത അല്ലെങ്കിൽ ബാക്കി പറഞ്ഞ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവർ ചിന്തിച്ച് വെക്കുന്ന സംഘപരിവാറിനെതിരെ. അങ്ങനെ കാരണം വേടൻ്റെ വാക്കുകൾ അങ്ങനെയാണ്. ഓക്കെ, വേടൻ ആദ്യമായിട്ട് വന്ന സ്റ്റേജ് ഷോയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്ന സാധനം അതായിരുന്നു. ഓക്കെ, വോയിസ് ഓഫ് വോയിസ്ലെസ്സിൽ ആദ്യമായിട്ട് സ്റ്റേജിൽ പാടിയ പാട്ടിൽ ഫസ്റ്റ് തന്നെ ഒരു സാധനം എടുത്തു പറഞ്ഞിട്ടാണ് വേടൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേടൻ എന്ന് പറഞ്ഞ വ്യക്തി പറയുന്ന ഈ ഒരു പൊളിറ്റിക്സ് അത് ഇവർ കമ്മ്യൂണിസ്റ്റുകാരെ പൊളിറ്റിക്സ് ആക്കി മാറ്റുകയാണ്. വേടൻ ഒരു സാധാരണക്കാരൻ, ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ സാധാരണക്കാർക്കുള്ളതല്ല. ഓക്കെ, അതുകൊണ്ട് കമ്മ്യൂണിസം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിലുള്ളവർ സാധാരണക്കാരുടെ ഒപ്പം എന്നുള്ളതൊക്കെ പോയി. അത് അദാനിക്ക് കൈ കൊടുത്തപ്പോൾ തന്നെ കണ്ടതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പാർട്ടിയിൽ യങ് ബ്ലഡ് ഇല്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ ഇപ്പോൾ എടുത്ത് കാണിക്കാൻ മാത്രം ഒരു യങ് നേതാവുണ്ടോ? ഒരാളെ പറയാൻ പറ്റൂ. റിയാസിനൊന്നും പിടിച്ചുകൊണ്ടിരുന്നത് അതൊന്നും യങ്ങൊന്നും അല്ല. ഓക്കെ, യങ്ങും കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ടുണ്ട്. ഒരാളെ പറയൂ, ആർഷോ അല്ലെങ്കിൽ ജയിക്ക് പറഞ്ഞാൽ ചിരിക്കുകയുള്ളൂ നാട്ടുകാർ. ഓക്കെ, അപ്പോൾ യങ് ആയിട്ടുള്ള ആൾക്കാരില്ല. അപ്പം അതിന് വേറെ എന്ത് ചെയ്ത് ഒരു വേടനെ പിടിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ വേടനെ ഒരു നടത്തി ഈ പറഞ്ഞ 4ാം വാർഷികം എന്ന് പറഞ്ഞിട്ട് നാടായ നാട് ഉള്ളു നടത്തും. ഇനി അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് വേടനെ കൊണ്ട് ഒരു പാട്ടും ഉണ്ടാക്കി അതും ചെയ്യും. വോട്ട് പിടിക്കണ്ടേ, യൂത്തിനെ അട്രാക്റ്റ് ചെയ്യണ്ടേ? ഇവർക്ക് സത്യം പറഞ്ഞാൽ ഇവരുടെ പൊളിറ്റിക്കൽ പ്രൊജക്റ്റിന് കറക്റ്റ് കിട്ടിയൊരു ഐറ്റമാണ് വേടൻ എന്ന് പറയുന്നത്. ഇന്ന് പരിപാടി നടന്ന സ്റ്റേജിൽ വേടൻ വരുമ്പോൾ ഇവർ അനൗൺസ് ചെയ്തത് നിങ്ങൾ കേൾക്കണം. പിണറായി സർക്കാരിന്റെ തുടർച്ച പ്രതീക്ഷിക്കുന്ന മഹാജനസാഗരത്തിന് നടുവിലേക്ക് മലയാളത്തിന്റെ പ്രിയങ്കരനായ ഗായകൻ റാപ്പ് മ്യൂസിക്കിലൂടെ ശ്രദ്ധേയനായ കേരള ജനതയുടെ ഐക്യദാർഢ്യം ഏറ്റുവാങ്ങിയ യുവാക്കളുടെ വിദ്യാർത്ഥിയുടെ ഹരമായി മാറിയ പ്രിയങ്കരനായ വേടൻ ഇതാ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ച് വേടൻ ഇതാ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. കേട്ടോ, പിണറായി സർക്കാരിൻ്റെ അടുത്ത ടേം പ്രതീക്ഷിക്കുന്ന യുവജനങ്ങളുടെ ഐക്യദാർഢ്യം ഏറ്റുവാങ്ങിയ ഏത് കാര്യത്തിലാണ് യുവജനങ്ങൾ ഈ വേടന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്? മോഹൻലാലിൻ്റെ ഈ പറഞ്ഞ ആനക്കൊമ്പും വേടൻ്റെ കഴുത്തുനിന്ന് പിടിച്ച പുലിപ്പല്ലിലുമാണ് ആളുകൾ ഇക്വേറ്റ് ചെയ്തത്.
അവിടെ ഒരു നീതി ഇവിടെ ഒരു നീതി. കഞ്ചാവ് പിടിച്ചതിന് ഈ കുറച്ച് ബുദ്ധിയും വിവരവും ബോധമുള്ള ആളുകളൊക്കെ ഈ സാധനം ഉപയോഗിക്കാത്ത, ഓക്കെ, ഉപയോഗിക്കുന്നവന്മാരൊക്കെ ഇത് വന്നിട്ട് ഗ്ലോറിഫൈ ചെയ്ത് പോയിട്ടുണ്ട്, വേടനെ പൊക്കി പിടിച്ചിട്ടുമുണ്ട്. അല്ലാത്ത പക്ഷം വേടനടക്കം, ഓക്കെ, വേടനടക്കം ഇയാളുടെ ഈ കഞ്ചാവ് എന്ന് പറഞ്ഞ സാധനത്തിന് എതിർത്തിട്ടുള്ളൂ. അത് കേരള സമൂഹത്തിൽ എല്ലാവരും എതിർക്കുകയുള്ളൂ, മനസ്സിലായോ? അല്ലാതെ ഇപ്പോൾ ഈ പറഞ്ഞ ഐക്യദാർഢ്യം അത് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയത് ഇതുകൊണ്ടാണ്. ഈ പറഞ്ഞ പുലിപ്പല്ല് വന്നുകൊണ്ട് അത് കിട്ടി. പുലിപ്പല്ല് വന്നില്ലെങ്കിൽ അത് കിട്ടുകയില്ല. പുലിപ്പല്ലിൻ്റെ കേസ് വന്നില്ലേ വേടൻ്റെ അതോ ഗതിയാണ്. ഓക്കെ, ഇപ്പം തന്നെ ഇന്നിട്ട് തന്നെ കുറേ പേര് ഇപ്പോഴും പറയും, ഞാനടക്കം പറയും, കാരണം ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അയാൾ മാറി ചിന്തിക്കും, മാറും അയാൾ പറയുന്നുണ്ട്, അത് ഓക്കെ, ദാറ്റ്സ് ഓക്കെ. ബട്ട് ചെയ്ത പ്രവൃത്തി മോശമായിട്ടുള്ള പ്രവൃത്തിയാണ്. ഫൈൻ. ഇനി അതിനെ ഗ്ലോറിഫൈ ചെയ്യാനും ഇപ്പം ഈ പറഞ്ഞ പോലെ വിളിച്ച് കയറ്റിക്കൊണ്ട്, അപ്പോൾ ഇവിടെ നിങ്ങൾ പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ് നിങ്ങൾ നടപ്പാക്കുന്നത്. വേടനിലൂടെ നിങ്ങൾ വെക്കുന്ന പൊളിറ്റിക്കൽ പ്രൊജക്റ്റ്. ഇത് വേടന് മനസ്സിലാവുന്നുണ്ടോ? അതോ വേടൻ്റെ ആവശ്യം ഇതാണോ? അതോ ഇപ്പം ഈ പറഞ്ഞ പോലെ വേടനെ കുറച്ച് കാലം പൊക്കി പിടിക്കും, പിന്നെ നിങ്ങൾ തന്നെ എടുത്തിട്ടടിക്കും. ആ അവസ്ഥയ്ക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതൊന്നും എനിക്കറിയാൻ പറ്റില്ല. ഇന്ന പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് ആക്കും. ഞാനാണ് ഈ ചോന്നങ്ങളത് പനിയെ കാട്ടിക്കുന്നത്. നാളെ ഇപ്പോൾ ഞാൻ ചോപ്പിട്ടിട്ട് ചെയ്തു, എങ്ങനെ അത് പറയും ചിലപ്പോൾ, ഇടതുപക്ഷ സഹയാത്രികനായ സീക്രട്ടീസ് എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ചിലപ്പോൾ. എന്താണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ലിറ്ററലി കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ കുറേ പേര് ഇപ്പോൾ ഈ പറഞ്ഞ ഇന്നത്തെ ഷോ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ പറഞ്ഞ നമ്മുടെ വേടൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ ഭയങ്കര അതിഭീകരമായ പൊക്കിപ്പിടിക്കലും വർത്താനം പറയുന്നവരോടാണ് പറയാനുള്ളത്. വേടൻ എപ്പോഴും പ്രിവിലേജ് കിട്ടിയിട്ടുണ്ട്, എന്നും കിട്ടിയിട്ടുണ്ട്, ഇനി അങ്ങോട്ട് കിട്ടും ചെയ്യും ഒരുപാട് പ്രിവിലേജ്. ഓക്കെ, അയാൾ പറയുന്ന രാഷ്ട്രീയം എന്താണോ, അയാൾ ഉദ്ദേശിക്കുന്ന പൊളിറ്റിക്സ് എന്താണോ, ഓക്കെ, അയാൾ സംസാരിക്കുന്ന അയാളുടെ വാക്കുകളിലുള്ള രാഷ്ട്രീയം, അയാളുടെ ആ ഒരു സ്ട്രോങ് സാധനം ഉണ്ടല്ലോ, അത് വേടൻ്റെ ലൈഫിലേക്ക് വരുമ്പോൾ ആദ്യം നടന്ന ഇയാൾക്കെതിരെ വന്ന ആരോപണങ്ങളടക്കം ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടായ ഇൻസിഡൻറ്റ് വരെ ഇയാൾക്ക് നല്ല ബാക്കപ്പും നല്ല പ്രിവിലേജും കിട്ടിയിട്ടുണ്ട്. അത് സാധാരണക്കാരനായ ഒരു മനുഷ്യന്, ഞാൻ ജാതി എടുത്ത് പറഞ്ഞു, ഒരു മനുഷ്യന് ഈ കേരളത്തിൽ നല്ല, ഇന്ത്യയിൽ നല്ല, ഈ ലോകത്ത് കിട്ടില്ല. ബിക്കോസ് ഈസ് എ സെലിബ്രിറ്റി. ഓക്കെ, ആൻഡ് പീപ്പിൾ ആർ ദെയർ ടു ബാക്ക് ഹിം. അത് മനസ്സിലാക്കുക. വേടൻ്റെ പാട്ടും പാടി നാളെ എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒന്നും ചാടി ഇറങ്ങാൻ നിൽക്കണ്ട. വേടനല്ല നിങ്ങൾ, അത് മൈൻഡിൽ വെച്ചിട്ട് ചെയ്യുക.